4 പതിറ്റാണ്ടായിട്ടും കർഷകർക്ക് ഉപയോഗപ്പെടുത്താത്ത ഒരു പദ്ധതിയുണ്ട് വയനാട് വെള്ളമുണ്ട പഞ്ചായത്തിൽ. അഗ്രഹാര ജലസേചന പദ്ധതി. ആർക്കും ഉപകാരമില്ലാത്ത ഈ പദ്ധതി ജലസേചന വകുപ്പിന് അറ്റകുറ്റപ്പണികൾ നടത്താനുള്ളത് മാത്രമാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ആ 3 മണിക്കൂറാണ് ഈ കാലത്തിൽ നമ്മൾ വർക്ക് ചെയ്തത്. വെള്ളം എവിടെ ഇവിടെ ഉണ്ടായിരുന്ന മോട്ടറിൽ അഴിച്ചിട്ട് ഇവർ കൊണ്ടുപോയി ചെയ്തിട്ട് വേറെ എവിടേക്കോ കൊണ്ടുപോയി ഇതാക്കിയിട്ടെന്നാ പറയുന്നത്. ഇതിന്റെ പണി എല്ലാ കൊല്ലം മെയിൻ്റെനൻസ് തന്നെ, പെയിന്റ് അടിക്കാം. ഈ കാണുന്ന ഈ നീളത്തിലുള്ള പൈപ്പിന്റെ അടി മൊത്തം ഇല്ല, ദ്രവിച്ചു പോയതാണ്. ദ്രവിച്ചു പോയ പൈപ്പിന്റെ മേലെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ അടി ക്ലിയർ ആവാതെ നടക്കൂല. വെള്ളമുണ്ട പഞ്ചായത്തിലെ അഗ്രഹാരത്ത് പദ്ധതി ആരംഭിച്ചിട്ട് ഏകദേശം 37 വർഷം പിന്നിട്ടു. പൂർണ്ണമായും കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഈ പ്രദേശത്ത് ആരംഭിച്ച പദ്ധതി വലിയ പ്രതീക്ഷയോടെയാണ് കർഷകർ കാത്തിരുന്നത്. പദ്ധതിക്കായി ജലസേചന വകുപ്പ് പമ്പ് ഹൗസും മോട്ടോറുകളും സ്ഥാപിച്ചെങ്കിലും ഇന്ന് ഇവയെല്ലാം ഉപയോഗശൂന്യമാണ്. ജലവിതരണത്തിനായുള്ള പൈപ്പുകൾ കാലപ്പഴക്കത്താൽ ദ്രവിച്ച നിലയിലാണ്. ഈ പൈപ്പുകളിലൂടെ ഇനി ജലവിതരണം നടക്കില്ല. ഇത്രയും വർഷത്തിനിടെ ജലവിതരണം നടത്തിയത് ആകെ 3 മണിക്കൂർ മാത്രം. ഇത് 40 വർഷമായി പമ്പ് ഹൗസ് പരിപാടി ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെയും ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ വെള്ളം അടിക്കലും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ എല്ലാ വർഷവും ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകും, അല്ലാണ്ട് ഒന്നും ഇവർ ചെയ്യാറില്ല. പ്രവർത്തനക്ഷമമല്ലാത്ത പദ്ധതിക്ക് വേണ്ടി വർഷാവർഷങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പണം ദൂർത്തടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രവർത്തന സജ്ജമല്ലാത്ത പമ്പ് ഹൗസിലെ മോട്ടോറുകളും പൈപ്പുകളും ശരിയാക്കാതെ പെയിന്റ് അടിക്കാൻ ഒരുങ്ങിയ നീക്കവും നാട്ടുകാർ തടഞ്ഞു. ന്യൂസ് മലയാളം, വയനാട്.